നിങ്ങളുടെ ഒരു അതായത് സുരഭി ചേച്ചി വന്ന സമയത്താണെങ്കിലും കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. അതെ. നിങ്ങൾ ഒരുമിച്ച് ഡ്രാമ സ്കൂളിൽ പഠിച്ച അങ്ങനെ കുറെ സൗഹൃദങ്ങൾ അവരെല്ലാവരും സിനിമയിൽ ഓരോരോ മേഖലയിൽ വിജയിച്ചിരിക്കുകയാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ വേറെ പേരാണ് വിളിക്കുന്നതെങ്കിലും സുരഭി ചേച്ചി വിളിക്കുന്നത് സ്നേഹത്തോടെ ടുണ്ടുമോൻ, ടുട്ടുമോൻ. ഞാനാണ് ബ്രില്യൻസ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ആ ഒരു ടുട്ടുമോൻ ആരാണെന്ന് ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള പേരിട്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരു ഛായാമുഖിയുടെ ഡയറക്ടർ പ്രശാന്തേട്ടൻ അവിടെ ഒരു വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദിലീഷേട്ടൻ, ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ഇയർ ആണ്, ദിലീഷേട്ടൻ സിനിമകളൊന്നും നടക്കാതെ വരുന്ന ഒരു സമയത്ത് ഒരു ജസ്റ്റ് ഫോർ എ ഹൊറർ എന്നുള്ള രീതിയിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് കാലടിയിൽ വന്ന് പഠിക്കുന്നത്. അപ്പോൾ ഒരു 100-105 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയാ ക്ലാസ്മേറ്റ് ആക്കുക? അപ്പൊ ഞങ്ങൾ ഓമനിച്ചിട്ട പേരാണ് ടുട്ടുമോൻ. അപ്പൊ ദിലീഷേട്ടൻ ആ സമയത്ത് വീട്ടിൽ പെണ്ണാലോചിക്കുന്നു, പിന്നെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നു. അപ്പോൾ പ്രശാന്തേട്ടൻ്റെ വർക്ക്ഷോപ്പിലുള്ള ഒരു ചെറിയൊരു ഇംപ്രവൈസേഷനിലാണ് ആ പേര് രജിസ്റ്റർ ആവുന്നത്, കോളേജ് മുഴുവൻ എത്തുന്നത്. അങ്ങനെയാണ് ദിലീഷേട്ടൻ്റെ ഒരു ടുട്ടുമോൻ എന്നുള്ള പേരിലേക്ക് എത്തുന്നത്. പിന്നെ എല്ലാ ആഴ്ചയിലും ദിലീഷേട്ടൻ പെണ്ണ് കാണാൻ വേണ്ടി പോവുമായിരുന്നു മിക്കവാറും. ആ സമയത്ത് ടുട്ടുമോനെ ഒരുക്കി ദിലീഷേട്ടനെ ഒരുക്കി വിടുന്ന ആളുകൾ. അതെ, കോട്ടയത്തു നിന്ന് ഒരു റിറ്റ്സ് കാറ് വരും. ഞായറാഴ്ച അമ്മച്ചിയും വരെയൊക്കെ ആയിട്ട് ഒരു കാറ് വരും. ഞായറാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്കും ദിലീഷേട്ടൻ പതിവിലും സുന്ദരനായിട്ട്, അതുവരെ നാടകത്തിന്റെ ആലസ്യതയും താടിയൊക്കെ നീട്ടി അന്ന് ഷെയ്വൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് പോകും. അതൊക്കത്തില്ലെന്നേ എന്ന് പറഞ്ഞ് തിരിച്ചു വരും. ദിലീഷേട്ടനായിരുന്നു ആകെ ഒരു വരുമാനമുള്ള ഒരാള്. ശരി. ഈ ഭക്തിഗാന സമയം അല്ലെങ്കിൽ ശബരിമല സീസണൊക്കെ ആവുന്നതിന് മുമ്പ് കുറെ കാസറ്റുകളൊക്കെ ഉണ്ടാവും. ലിൻസൺ കണ്ണമാലി എന്ന് പറഞ്ഞിട്ട് ആൽബത്തിന്റെ ഒക്കെ കുറെ, അദ്ദേഹം ഒരു സിനിമ എടുത്തിട്ടുണ്ട്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഹൗസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ആൽബങ്ങളിലെ പ്രധാന സ്വാമിയായിട്ട് ദിലീഷേട്ടൻ അഭിനയിക്കാൻ വേണ്ടി കുറച്ച് താടിയൊക്കെ സോൾട്ട് ആൻഡ് പെപ്പറിലുള്ള ആ ലുക്കില്ലേ, അതൊക്കെ നമ്മൾ അവിടെ പഠിക്കുമ്പോഴതാ. അങ്ങനെ പോകുന്ന സമയത്ത് വലിയ രുദ്രാക്ഷ ഇതൊക്കെ ഇട്ടിട്ട് അമ്മേ കൊടുങ്ങല്ലൂരമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഭക്തി. ചേച്ചി അമ്പലത്തിൽ കയറി, അല്ല ഞങ്ങളവിടെ ഇപ്പുറത്തുള്ള മണ്ഡപത്തിൽ നിന്നാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൈസയൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്കൊക്കെ ഹോസ്റ്റൽ ഫീസൊക്കെ അടയ്ക്കാൻ വേണ്ടി തരുന്ന വിശാല ഹൃദയനായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും മിക്കവാറും ഞായറാഴ്ചകളിലൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങി തരുന്ന പാവം. ആൻഡ് ദിലീഷേട്ടനാണെങ്കിലും ഇപ്പോ സജീവമായിട്ട് മലയാള സിനിമയിലെ ഒരു എന്താ പറയാ അഭിവാജ്യ ഘടകം എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സൗഹൃദവും എല്ലാം അതിന് ഒരുപാട്, നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടിൽ ഒരു സിനിമ ഇനിയും പ്രതീക്ഷിക്കാമല്ലോ അല്ലെ? ദിലീഷേട്ടൻ ഇപ്പൊ പഠിക്കല്ലേ, ഫഹദ് ഫാസില് അവരൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ പഠിച്ച് വളരെ റെഡിയായിട്ട് വരട്ടെ, മെയിൻ അഭിനേത്രിയിലേക്ക്. അതെ 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 അതെ. ഇപ്പൊ അവരെയൊക്കെ വെച്ച് ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്തു വരുന്നു. 4-5 സിനിമയൊക്കെ കഴിയട്ടെ. അതൊരു സുമിത്രയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വരം പോലെ. സുമിത്രയ്ക്കല്ലേ, ആർക്കാ കൊടുത്തത്? അമൃത ചാനലിൽ വന്ന് ചരിത്രം പറയുമ്പോൾ അല്ല പുരാണം പറയുമ്പോൾ സുമിത്രയ്ക്കോ? ആരാണ് സുമിത്ര? സുമിത്രയ്ക്കല്ലേ, കൈകേയിക്ക്. അത് അവിടുന്ന് വന്നതായിരിക്കും, മുകളിൽ നിന്ന്. അതെ, നിനക്ക് കൈകേയിക്ക് വരം കൊടുത്ത കാര്യമാണോ ഉദ്ദേശിച്ചത്? അതെ. സുമിത്ര ആരാണ്? എന്റെ ചേച്ചിയാ സുമിത്ര, അതുകൊണ്ടാ. ശരി, കൈകേയോ സുമിത്രയോ ആരെങ്കിലും പോലെ ദശരഥൻ കൊടുത്തിട്ടുണ്ട്. ദശരഥൻ, അത് കൈകേയി. ഓക്കെ. കൈകേയിക്ക് കൊടുത്തതുപോലെ ഞാൻ അത് വെച്ചിരിക്കുകയാണ്. ഇൻ കേസ് സിനിമയൊന്നും കിട്ടാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മര്യാദയ്ക്ക് അഭിനയിച്ചു, ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ദിലീഷേട്ടൻ ചേരാൻ വന്നിട്ടുള്ള പൈസ കൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത്. ഞാൻ ചേരാൻ വന്ന സമയത്ത് നമുക്ക് ഫീസ് ഉണ്ടായിരുന്നില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദിലീഷേട്ടൻ വന്നിട്ട് ദിലീഷേട്ടൻ ഒരു പേപ്പർ കിട്ടാനുണ്ടായിരുന്നു, അത് എത്തിയിട്ടില്ല. അപ്പം ഞാൻ അവിടെ വൈസ് ചെയർപേഴ്സണൊക്കെയാണ്. അപ്പം ഞാൻ ചോദിച്ചു തൻ്റെ പേരെന്താ? അപ്പം ദിലീഷ്. ഓക്കെ, ഞാൻ അവിടെ ചെയർപേഴ്സണാണ്. ഓക്കെ, എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടോ? എനിക്കൊരു ഇത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ തനിക്ക് എന്തായാലും ഇപ്പം ചേരാൻ പറ്റും തോന്നുന്നില്ല, ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ പറഞ്ഞാൽ ഉണ്ട്, തരാൻ പറഞ്ഞ. എന്നിട്ട് ആ 3000 രൂപ ഞാൻ മേടിച്ചിട്ട് ഞാൻ പോയി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, പപ്പ സ്റ്റേറ്റ്സ് നിന്ന് അയച്ചിട്ടില്ല, പൈസ വരുന്ന സമയത്ത് തനിക്ക് ചേരാം, എന്തായാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ അല്ല എന്തായാലും ചേരാൻ പറ്റുള്ളൂ. അതെ അതെ. അങ്ങനെ കൊടുത്ത് ക്യാൻറ്റീനിൽ പോയി ഉണ്ടമ്പൂരിയും ചായയൊക്കെ കുടിച്ച് ഞാൻ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ് വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ്. അതെ. അപ്പോൾ അന്നും ഇന്നും സുരഭി ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു കില്ലാടിയാണ് അല്ലേ?
അതായത് കുസൃതി കുടുക്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ. ആർക്കും അങ്ങനെ വലിയ അല്ല ദേഷ്യം അവിടെയൊക്കെ നമ്മൾ ഒന്നും നമ്മൾ എവിടെയെങ്കിലും എത്തുമ്പോഴാണല്ലോ നമുക്കൊരു ഇമേജ് കോൺഷ്യസ് ആവുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഇടപെടാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത്ര രസകരമായിട്ടുള്ള കഥകൾ നമുക്ക് കിട്ടുന്നത്. ഇനിയും ഒരുപാട് രസകരമായിട്ടുള്ള കഥകൾ സുരഭി ലക്ഷ്മി എന്ന് പറയുന്ന അഭിനയത്തിൽ നിന്ന് പ്രേക്ഷകർ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്.